ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പൂവൊക്കെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഓട്ടോ ചേട്ടന്മാരൊക്കെ കൂടി ഒരു പറമ്പ് വൃത്തിയാക്കിയിട്ട് അവരായിട്ടാണ് ഈ പൂക്കളൊക്കെ നട്ട് വളർത്തിയത്. അപ്പോൾ ഇന്ന് അവരുടെ പൂക്കളുടെയൊക്കെ വിളവെടുപ്പാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് കരുതി പോയതാണ്. അവിടെ കൂടുതലായും ചെമ്മന്തി മാത്രമേ ഉള്ളൂ. കൂടുതലും മഞ്ഞ ചെമ്മന്തിയും ഈ ഓറഞ്ച് ചെമ്മന്തിയാണ് കൂടുതലായിട്ടുള്ളത്. ഇത്രയാണ് അവിടുത്തെ സ്ഥലം. ചെറിയ സ്ഥലമാണെങ്കിലും അവർ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാദ്യമായിട്ട് തുടങ്ങിയതാണെങ്കിലും നല്ല രീതിക്ക് ചെടിയൊക്കെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അവർ ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം അവർക്ക്. അപ്പോൾ ഞങ്ങളവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്. ഇവിടെ അടുത്തൊന്നും ഇങ്ങനെ കൃഷിയൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ അടുത്ത് ഇങ്ങനെ കൃഷിയൊക്കെ കാണുന്നത്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് റംബൂട്ടാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിളവെടുപ്പിൻ്റെ പരിപാടിയാണ്. അധികം ചുവക്കാനായിട്ടൊന്നും ഞങ്ങൾ വെച്ചില്ല, കാരണം മൊത്തം കിളി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാകമാകുമ്പോൾ തന്നെ ഞങ്ങൾ പറിച്ചെടുത്തു. പിന്നെ അവിടെ കുറേ ഇടയ്ക്കൊക്കെ കിടപ്പുണ്ടായിരുന്നു. കയ്യെത്തുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഞങ്ങൾ താഴ്ത്തി എങ്ങനെയൊക്കെയോ പറിച്ചെടുത്തു. കണ്ട് കുറേ പച്ചയുണ്ട്. അതിൽ നിന്ന് ഏകദേശം വിളഞ്ഞതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. ഞാൻ ദൂരെയുള്ളതും കൂടെ പറിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാ കൊമ്പ് താഴ്ത്തി മുകളിലൊക്കെ കയറിയൊക്കെയാണ് അത് പറിക്കുന്നത്. അങ്ങനെ അവസാനം ആ കൊമ്പ് കിട്ടി. ഇതിപ്പോൾ ലാസ്റ്റത്തെ വിളവെടുപ്പാണ്. എല്ലാം തീരാറായി. അങ്ങനെ അത് കൊമ്പോടെ പറിച്ചെടുത്തു. കുറേ കിളിയൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു. ഈ കളറാവുമ്പോൾ തന്നെ കിളി അങ്ങോട്ട് കൊത്തിയെടുക്കും. അതുകൊണ്ട് നമുക്കധികം കിട്ടില്ല. എന്തോ ഭാഗ്യത്തിനാണ് അത്രയും കിട്ടിയത്. പിന്നെ ആ അറ്റത്ത് തന്നെ ഒരു കൊല കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കിണി കാണാതെ കിടക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ പറിച്ചപ്പോൾ ഏകദേശം ഇത്രയൊക്കെ കിട്ടി. ലാസ്റ്റത്തെ വിളവെടുപ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു പറിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് മരം. ചിലയിടത്തൊക്കെ ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെയും. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടില്ല, എല്ലാം കിളി കൊണ്ടുപോകും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 കിടപ്പുണ്ട്. അത് ഞങ്ങൾ കിളിക്ക് വേണ്ടി വിട്ടു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഞങ്ങൾ വലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൊല കിട്ടി ഞങ്ങൾക്ക്. അത് നമുക്ക് വീടിന് മുകളിൽ തന്നെ കയറിയത് പറിക്കാൻ പറ്റും. അപ്പോൾ ആ വല മാറ്റി അതും കൂടെ പറിച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ മുകളിൽ നിന്ന് പറിച്ച് താഴേക്ക് എറിഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറിച്ചെടുത്തു. അത് മുകളിലുണ്ടായിരുന്നത് വലയിട്ടത് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. റെഡ് കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ചെടി ഫുള്ളും ഉണ്ടാവുന്നതായിരുന്നു. പക്ഷേ ആദ്യമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറിച്ചതൊക്കെ അത് ഇത്രയുണ്ട്. കുറേയൊക്കെ കിളി കുത്തിയതുണ്ട്. പിന്നെ ബാക്കിയെല്ലാം റെഡ് കളറായിട്ട് കിട്ടി. ഇത്രയാണ് അപ്പോൾ നമുക്ക് കിട്ടിയത്. കുറച്ചൊക്കെ അടുത്ത വീട്ടിലിങ്ങനെ എടുത്തു. കുറച്ച് ഞങ്ങൾ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.